ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ ഇക്കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്തത് രണ്ട് അയ്യപ്പ സംഗമങ്ങളാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അതായിരുന്നു ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വാർത്ത. ആദ്യത്തെ അയ്യപ്പ സംഗമം ഒരിക്കലും അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതല്ല, ദേവസ്വം ബോർഡിൻ്റേത് ആയിരുന്നു. ആയിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പതിച്ച, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രിയുടെ ഫോട്ടോ പതിച്ച ബോർഡുകളാണ് കണ്ടത്. അയ്യപ്പൻ്റെ ഫോട്ടോ അവിടെ പതിച്ചിട്ടില്ലേ? ഉണ്ട്. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. അപ്പോഴും അത് ദേവസ്വം ബോർഡിൻ്റെ ആണ്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഒരു പരിപാടിയിൽ എന്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വന്നത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായൊരു സംശയം ഉണ്ടാവും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രിയുടെ ഫോട്ടോയല്ലേ അവിടെ വരേണ്ടത്? ജെനുവിനായ കാര്യമാണ്. അയ്യപ്പൻ്റെ ഫോട്ടോ അവിടെ വരണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കുന്നത്, അയ്യപ്പന് വേണ്ടിയല്ലേ സംഗമം അല്ലേ നടത്തിയത്? അതും ചെറിയ അയ്യപ്പ സംഗമമുള്ള സുഹൃത്തുക്കളെ, ആഗോള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള വിശ്വാസികളെ കൊണ്ടുവന്നാണ് സത്യത്തിൽ പരിപാടി നടത്തിയിട്ടുള്ളത്. 3000-ഓളം പ്രതിനിധികൾക്ക് പങ്കെടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സാണ് അവിടെ ഒരുക്കിയിരുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന ബഹു നേരത്തെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ബഹുവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ അതേ സമയത്ത് തന്നെ മറ്റ് 3 വേദികളിലായിട്ട് വേറെയും പ്രോഗ്രാമുകൾ നടത്തി. അത് വളരെ തെറ്റായ കാര്യമാണ്, എന്നാലും നമ്മളത് പറയണം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ ആ 3 വേദികളിലേക്ക് പോയതുകൊണ്ട് മാത്രം ഇവിടെ വളരെ കുറച്ച് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും ആ സീറ്റ് അത് വെച്ചിട്ടാണ് ഇതിൻ്റെ എതിരായിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ആൾക്കാർ കുറവായിരുന്നു എന്നൊക്കെ പറയുന്നത്. 600 സംതിങ് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. അതിന് പിന്നെ നമ്മൾ ഏറ്റവും വിശ്വസനീയമായൊരു വിവരണം നമ്മുടെ ഗോവിന്ദൻ സാറിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കാരണം AI ആണ് അതെന്ന്, AI ആണ് അങ്ങനെ പറഞ്ഞിട്ട് സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വിശ്വാസികളുടെ എന്ന് പറഞ്ഞിട്ട് നടത്തിയ അയ്യപ്പ സംഗമമാണ്. എന്തായാലും അതും ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതും അല്ല എന്ന് പറയുന്നു. പിന്നെ അണ്ണാമലയുടെ പ്രസംഗമൊക്കെ തകർത്തു. നമ്മൾ അതും കണ്ടതാണ്. അതിലെ എനിക്കറിയില്ല, അതും ഒരുപക്ഷെ AI ആയിരിക്കണം. അതിനെക്കുറിച്ച് ഒരു സംഘാടകരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒഴിഞ്ഞ കസേരകളൊന്നും നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അവർ ആദ്യം മുതലേ AI ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളുമായിട്ട് പോയത് കൊണ്ടായിരിക്കാം. ഇവിടെ കുറേ വെള്ള കസേരകളാണ് സീറ്റ് ഒഴിഞ്ഞ് കണ്ടെങ്കിൽ അവിടെ നമുക്ക് സീറ്റുകളൊന്നും ഒഴിഞ്ഞ് കാണാൻ പറ്റിയില്ല. ഇനി പുതിയ വാർത്തകൾ വന്നിട്ടുണ്ടാവും, ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കണം. എനിവേ, അപ്പോൾ ഇങ്ങനെ 2 അയ്യപ്പ സംഗമങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു അയ്യപ്പ സംഗമവും ഇതുമായിട്ട് ചേർന്ന വാർത്തകളും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്, എന്തിനായിരുന്നു ഈ അയ്യപ്പ സംഗമം എന്ന് ചോദിക്കുമ്പോൾ, ഒരു 7 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ അയ്യപ്പന് വേണ്ടിയിട്ട് കുറേ നാമജപങ്ങളും കുറേ പ്രശ്നങ്ങളും യുവതി പ്രവേശനമൊക്കെ ഉണ്ടായിട്ട് നമുക്കറിയാം, പബ്ലിക് മെമ്മറി ഷോർട്ടാണെന്ന് പറയുമല്ലോ. അപ്പോൾ അത് പകുതി മറന്നിരുന്ന ജനങ്ങളിലേക്ക് വീണ്ടും അത്തരം കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു അയ്യപ്പ സംഗമം നടന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏത് അയ്യപ്പ സംഗമമായിരുന്നു വിജയം എന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മാത്രമേ നമ്മൾക്ക് ഏത് സംഗമമാണ് വിജയമായിരുന്നത് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഈ നടത്തിയ 2 അയ്യപ്പ സംഗമങ്ങളിൽ തീർച്ചയായും അതിന് രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയമായി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് 2 അയ്യപ്പ സംഗമങ്ങളും നടന്നിട്ടുള്ളത്. ആദ്യത്തെ അയ്യപ്പ സംഗമത്തിൽ വന്ന 2 വ്യക്തികളെ കുറിച്ചാണ്, അല്ലെങ്കിൽ 2 സംഘടനകളുടെ പ്രതിനിധികളെ കുറിച്ചാണ്. ആദ്യത്തെ SNDPയുടെ പ്രധാനപ്പെട്ട വ്യക്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാറിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. രണ്ടാമത് NSSന്റെ പ്രതിനിധി ആ സ്റ്റേജിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ ആളിൻ്റെ കാര്യം, അല്ലെങ്കിൽ രണ്ടാമത്തെ, അങ്ങനെ 2 സംഘടനകളെ കാര്യം പറയുമ്പോൾ അവർ ആരോടൊപ്പമാണെന്ന് അവർക്ക് തന്നെ ഒരു കൺവിൻസിങ് അല്ല എന്ന് തോന്നിപ്പോയി. കാരണം നാമജപത്തിന് വേണ്ടി ഭക്തരോടൊപ്പം നിന്ന അവർ ഇവിടെ വന്ന് ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ അത് ഭക്തരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഈ ഭക്തരായ സാധാരണക്കാർക്ക് തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്, അത് അവരുടെ മാത്രം സമുദായത്തിന്റെ നേട്ടത്തിന് വേണ്ടിയാണ് എന്ന് അവർ പറഞ്ഞാലും അത് സമുദായത്തിന്റെ നേട്ടത്തിന് വേണ്ടി ആയിരിക്കില്ല എന്നുള്ളത് ആ സമുദായത്തിലെ ആൾക്കാർക്കൊക്കെ തന്നെ മനസ്സിലാവും. ഇനി അടുത്ത് ചർച്ചയാവാതെ പോയ മറ്റൊരു കാര്യമാണ് ആ 4 കിലോ സ്വർണം കാണാനില്ല എന്നുള്ളത്. ആ ഒരു വിവാദങ്ങളും ഇതിനോടൊപ്പം
അയ്യപ്പ സംഗമത്തിന്റെ ആ ഒരു ഇതിൽ പോയിട്ടുണ്ട്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉള്ള ഏറ്റവും വലിയ കാര്യം, നല്ലൊരു ന്യൂസ് റൂം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ന്യൂസ് റൂമിലിരുന്ന് ഷുഗർ കോട്ടഡായി കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അച്ചടിച്ച ഭാഷയിൽ എഴുതി കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് വായിച്ച് മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കും എന്നാണ് കുറച്ച് മാധ്യമ പ്രവർത്തകരുടെ വിചാരം. പക്ഷേ സാധാരണക്കാർ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും സ്വയമായൊരു ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ എന്താണ് യഥാർത്ഥ 2 അയ്യപ്പ സംഗമങ്ങൾക്കും അപ്പുറം ജനങ്ങളുടെ മനസ്സിൽ ഇത് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് വരുന്ന ഇലക്ഷനിൽ കാണാൻ പറ്റുള്ളൂ.